ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഷെർലക് ഹോംസിന്റെ മൂന്നാമത്തെ കേസാണ് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ എപ്പിസോഡിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രണയമെന്ന വികാരം ഷെർലക്കിന്റെ മനസ്സിലും പൂവിടുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഷെർലക്കും വാട്സനും മൊറിയാർട്ടി എന്ന ആ വലിയ ക്രിമിനലിന്റെ കയ്യിലകപ്പെട്ടിരുന്നു. ആ സമയം മൊറിയാർട്ടിയുടെ ഗൺ പോയിന്റിലായിരുന്നു ഷെർലക്കും വാട്സനും. അവിടെ നിന്നും രക്ഷപ്പെടാനായി ഷെർലക്ക് പറയുന്നു, മൊറിയാർട്ടി, നീ എന്നെ വെടിവെച്ചാൽ ഞാനും തിരിച്ചു വെടിവെക്കും. പക്ഷേ ഞാൻ വെടിവെക്കുന്നത് നിന്നെയായിരിക്കില്ല, പകരം ഈ ബോംബിലേക്കായിരിക്കും. അതോടെ ഞാൻ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മരിക്കാമെന്നും പറഞ്ഞ് ഷെർലക് മൊറിയാർട്ടിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അത് കേട്ട് മൊറിയാർട്ടിക്ക് ഭയമൊന്നും വരുന്നില്ല. പകരം ഷെർലക്കിനെ ഇവിടെ വെച്ച് വെടിവെച്ച് കൊല്ലണമോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് മൊറിയാർട്ടിക്ക് മൊബൈലിൽ ഒരു കോള് വരുന്നത്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ആ കോള് വന്നതും മൊറിയാർട്ടി അവിടെ നിന്ന് തന്റെ ടീമിനോട് എല്ലാം തിരിച്ചു പോകാമെന്ന് പറയുന്നു. ഷെർലക്കിനെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോവുകയാണ്. കൊല്ലാൻ വന്നവൻ എന്താണ് നമ്മളെ ഒന്നും ചെയ്യാതെ പോയി കളഞ്ഞത്? ആരായിരിക്കും ആ ഫോണിൽ അവനോട് സംസാരിച്ചത്? ഇതെല്ലാം വാട്സനും ഷെർലക്കും ചിന്തിക്കുകയാണ്. പക്ഷെ അവർക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. സത്യത്തിൽ മൊറിയാട്ടി മൊബൈലിൽ സംസാരിച്ചത് ഒരു സ്ത്രീയോടാണ്. അവർ ഒരു പവർഫുള്ളായ ലേഡിയാണ്. അതാരാണെന്ന് കാണിക്കുന്നില്ല. എന്തായാലും ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ആശ്വസിച്ച് ഷെർലക്കും വാട്സനും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുറച്ചു നാളുകൾ കൂടി കടന്നുപോയി. ആ സമയം കൊണ്ട് ഷെർലക്കും വാട്സനും വേറെ കുറെ കേസുകൾ സോൾവ് ചെയ്തിരുന്നു. ഇവർ സോൾവ് ചെയ്യുന്ന കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം, അവർ എങ്ങനെയാണ് അത് സോൾവ് ചെയ്തതെന്നെല്ലാം വിശദമായി വാട്സനും തന്റെ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാം ജനങ്ങൾ വായിച്ച് ഇതിനോടകം തന്നെ വാട്സനും ഷെർലക്കും ഒത്തിരി പ്രശസ്തി നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി കേസുകളാണ് ഷെർലക്കിന് ദിനംപ്രതി വന്നുകൊണ്ടിരുന്നത്. വെളിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ആൾക്കാരും മീഡിയയും എല്ലാം ഫോട്ടോ എടുക്കലും ബഹളവും എല്ലാമാണ്. എന്നെ ഫോട്ടോ എടുക്കല്ലേ, ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ് എന്ന് പറഞ്ഞ് മുഖം മറയ്ക്കാൻ വേണ്ടി കയ്യിൽ കിട്ടിയ ഒരു ക്യാപ്പ് എടുത്ത് ഷെർലക്ക് വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ക്യാപ്പ് ഷെർലക്കിന് ഇഷ്ടമല്ല. പക്ഷേ ആ ക്യാപ്പ് വെച്ചുള്ള ഫോട്ടോ തന്നെ മീഡിയയിൽ വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ആ ക്യാപ്പും ജാക്കറ്റും എല്ലാം ഷെർലക്കിന്റെ ഒരു ഐഡന്റിറ്റി തന്നെയാവുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കേസിന്റെ കാര്യത്തിനായി ഒരാൾ അതിരാവിലെ തന്നെ ഹോംസിന്റെ വീട്ടിലേക്ക് വരുന്നത്. അതൊരു വിചിത്രമായ കേസായിരുന്നു. ആ കേസിനെ കുറിച്ച് അയാൾ പറയുന്നത് ഇങ്ങനെയാണ്. അയാൾ കാറിൽ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാർ ബ്രേക്ക് ഡൗൺ ആയി. അത് ശരിയാക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങ് ദൂരെ ഒരാൾ മാനത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടത്. കാർ ഒരുവിധം ശരിയാക്കി സ്റ്റാർട്ട് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുമ്പോഴാണ് ടപ്പ് എന്ന് പറഞ്ഞ് ഒരു വലിയ ശബ്ദം കാറിനകത്ത് നിന്നും കേട്ടത്. എന്താണ് സൗണ്ട് എന്ന് നോക്കാനായി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടത്, ദൂരെ ആ മാനത്തേക്ക് നോക്കി നിന്ന ആൾ നിലത്ത് വീണ് കിടക്കുന്നത്. എന്തു പറ്റിയെന്ന് നോക്കാനായി ഞാൻ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത്, അയാൾ മരിച്ചു പോയിരിക്കുന്നു എന്ന്. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ ഓടി നേരെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഓക്കെ, അയാൾ എങ്ങനെയാണ് മരിച്ചതെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കാമെന്ന് പറയുന്നു. അതിനായി അയാളുടെ കൂടെ വാട്സനെയാണ് അയക്കുന്നത്. അവിടെ ചെന്ന് വാട്സനോട് വീഡിയോ കോൾ ചെയ്യാനാണ് ഷെർലക്ക് പറയുന്നത്. അങ്ങനെ വാട്സൺ സംഭവ സ്ഥലത്തെത്തി അവിടെ നിന്നും വീഡിയോ കോൾ ചെയ്യുകയാണ്. അങ്ങനെ വാട്സൺ അവിടെ സംഭവ സ്ഥലവും പരിസരവും എല്ലാം വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്താണ് ഹോംസിന്റെ വീട്ടിലേക്ക് വേറെ കുറച്ച് ആളുകൾ വരുന്നത്. അവർ നേരെ വന്നിട്ട് പറയുന്നത്, താങ്കൾ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരണമെന്നാണ്. ഷെർലക്ക് ഒന്നും പറയാതെ വന്നാൾക്കാരെ പെട്ടെന്നൊന്ന് അനലൈസ് ചെയ്യുകയാണ്. ആ വന്നാൾ ധരിച്ചിരിക്കുന്നത് ഒരു എക്സ്പെൻസീവായ സ്യൂട്ടും കോട്ടുമാണ്. ഏകദേശം 700 പൗണ്ട് വില വരും അതിന്. എന്ന് വെച്ചാൽ അവൻ ഏതോ വലിയ സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. ആ വന്നാളുടെ ഷൂ കണ്ടിട്ട് അയാൾ ഇൻഡോറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നും ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണെന്നും മനസ്സിലാക്കുന്നു. കൂടാതെ അയാളുടെ പാൻസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് നായയുടെ രോമമാണ്. അതും ഒന്നിലധികം നായ്ക്കളുടെ രോമം. എന്നുവെച്ചാൽ പല ടൈപ്പ് നായകളുണ്ടാവും അവിടെ. അപ്പോൾ അവൻ ഒരു റോയൽ പ്ലേസിൽ നിന്ന് ആവാനാണ് സാധ്യത. പിന്നെ അവന്റെ കയ്യിൽ ഗണ്ണൊന്നുമില്ല. അതിനർത്ഥം നമുക്ക് പരിചയമുള്ള ആരോ ആണ് അവനെ അയച്ചിരിക്കുന്നത്. റോയൽ ഫാമിലിയിൽ നമുക്ക് പരിചയമുള്ള ആൾ ആരാണ്? അത് മൈക്രോഫ്റ്റ് തന്നെ ആവാനാണ് സാധ്യത. ഇത്രയും കാര്യങ്ങളാണ് ഒറ്റനോട്ടത്തിൽ ഷെർലക്ക് മനസ്സിലാക്കുന്നത്. സോറി, എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഷെർലക്ക് പറയുന്നു. സർ, നിങ്ങൾ വന്നേ മതിയാകൂ. ഇങ്ങനെ വന്നാലും പറ്റില്ല. ഒരു സ്യൂട്ടും കോട്ടും കൂടി ധരിച്ച് വേണം കൂടെ വരാൻ എന്ന് ആ വന്നയാൾ പറയുന്നു. സ്യൂട്ടും കോട്ടും ഒന്നും ഇടാൻ എനിക്ക് പറ്റില്ല എന്ന് ഷെർലക്ക് പറയുന്നു. വന്നയാൾ ഒരു നിവർത്തിയുമില്ലാതെ നേരെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പൊതിഞ്ഞ് ഷെർലക്കിനെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു വലിയ പാലസിലേക്കാണ്. അപ്പോഴേക്കും കേസ് അന്വേഷിക്കാൻ പോയ വാട്സനെയും ഒരു ഹെലികോപ്റ്ററിൽ ആ പാലസിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. വാട്സൺ നോക്കുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് പുതച്ച് ഷെർലക്ക് ഇരിക്കുകയാണ്. നീ എന്താടാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് വാട്സൺ ചോദിക്കുന്നു. ഏയ്, നമുക്ക് രണ്ടാൾക്കും ഇന്നൊരു ബോഡി മസാജ് ഉണ്ട്, അതിന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് അവർ ചിരിക്കുന്നു. ചിരിച്ചത് മതി, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കേസുണ്ടെന്ന് പറഞ്ഞ് മൈക്രോഫ്റ്റ് അങ്ങോട്ടേക്ക് വരുന്നു. ഷെർലക്ക്, ഇതൊരു റോയൽ പാലസ് ആണ്. ഈ കോട്ട് ധരിച്ച് വേണം ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ എന്നും പറഞ്ഞ് അതിനുവേണ്ട വസ്ത്രങ്ങൾ കൊടുക്കുന്നു.
ശരി, കേസ് എന്താണെന്ന് പറയുമ്പോൾ മൈക്രോഫ്റ്റ് പറയുന്നു. ഈ റോയൽ ഫാമിലിയിലുള്ള ഒരു സ്ത്രീയുടെ കുറച്ച് പ്രൈവറ്റ് ഫോട്ടോസ് ഐറിൻ അറ്റ്ലിയർ എന്നൊരു പെണ്ണിന്റെ മൊബൈൽ ഫോണിലുണ്ട്. ആ ഫോട്ടോസ് എല്ലാം ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഐറിൻ അറ്റ്ലിയർ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അങ്ങനെ ആ ഫോട്ടോസ് എല്ലാം ലീക്കായാൽ അത് റോയൽ ഫാമിലിക്ക് വളരെ അപമാനകരമാണ്. നമ്മൾക്ക് വേറെ കുറച്ച് സീക്രട്ട് ഏജന്റ്സ് ഉണ്ട്. അവരെ ആരെയും ഇതിനായി അയക്കാൻ എനിക്ക് വിശ്വാസമില്ല. കാരണം അവർ വഴിയും ഈ ഫോട്ടോ ലീക്കാവാൻ സാധ്യതയുണ്ട്. ഷെർലക്, എനിക്ക് നിന്നെ മാത്രമാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്ന് മൈക്രോഫ്റ്റ് പറയുന്നു. ആ പെണ്ണിന് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചിട്ട് അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോ തിരിച്ചു വാങ്ങിക്കൂടെ എന്ന് ഷെർലക്ക് ചോദിക്കുന്നു. അവിടെയാണ് പ്രശ്നം. അവൾ പണത്തിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതത്രേ. അവളെ അപകടപ്പെടുത്താനായി ഒത്തിരി പേര് അവളുടെ പുറകെയുണ്ട്. ഈ ഫോട്ടോയാണ് അവളുടെ രക്ഷ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഐറിൻ അറ്റ്ലറുടെ ഫോട്ടോയും അഡ്രസ്സും കാണിക്കുകയാണ് മൈക്രോഫ്റ്റ്. ആ ഫോട്ടോ കണ്ടതും എന്തോ ഷെർലക് ഹോംസിന് ആ പെണ്ണിനെ നന്നായി ഇഷ്ടപ്പെട്ടു. പക്ഷേ മുഖത്ത് ആ ഭാവം കാണിച്ചില്ല. ഷെർലക്കും വാട്സണും നേരെ ഐറിൻ അറ്റ്ലറുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഷെർലക്ക് പറയുന്നു, നമ്മൾ വളരെ കാഷ്വൽ ആയിട്ടായിരിക്കണം അങ്ങോട്ടേക്ക് പോകേണ്ടത്, ഒരു സംശയവും തോന്നാത്ത വിധം. പക്ഷേ ഐറിന് ഈ വിവരം അപ്പോൾ തന്നെ ലഭിച്ചിരുന്നു. കാരണം അവൾക്ക് വിവരം നൽകാൻ ഒത്തിരി പേരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഷെർലക്കും വാട്സണും തന്നെ കാണാനാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ നന്നായി ഒരുങ്ങി നിൽക്കാണ്. ഓരോ ഡ്രസ്സും മാറി മാറിയിട്ട് നോക്കാണ് ഏതാണ് കൂടുതൽ നല്ലതെന്ന്. കാരണം അവൾക്കും ഷെർലക്കിനെ ഇഷ്ടമാണ്. അങ്ങനെ വാട്സണും ഷെർലക്കും ഐറിൻ അറ്റ്ലറുടെ വീടിനടുത്തെത്തുന്നു. നമുക്ക് വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല. നീയൊരു പണി ചെയ്, എന്റെ മുഖത്ത് ഒന്ന് ചെറുതായി ഒന്ന് ഇടിച്ച് പരിക്കേൽപ്പിക്കെ. എന്നിട്ട് ഞാൻ അവളുടെ വീട്ടിൽ സഹായം ചോദിച്ചു ചെല്ലാം. അത് കേട്ടതും ഓക്കെ എന്ന് പറഞ്ഞ് വാട്സൺ ഷെർലക്കിന്റെ മുഖത്തിട്ട് ഒരു ഇടിയിടിക്കുന്നു. വാട്സൺ കിട്ടിയ അവസരത്തിൽ നല്ല ഇടിയിടിക്കുന്നുണ്ട്. ആ ഇടി കൊണ്ട ശേഷം ആ രൂപത്തിൽ നേരെ ഐറിൻ അറ്റ്ലറുടെ വീട്ടിൽ ചെന്ന് സഹായം ചോദിക്കുകയാണ് ഷെർലക്. തന്നെ ആരോ അപായപ്പെടുത്തി പോക്കറ്റ് അടിച്ചുവെന്നും പോലീസിനെ വിളിക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞ് വീടിനകത്തേക്ക് കയറുകയാണ്. ആ സമയം തന്നെ വാട്സൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാരാണെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അയാളെ അപകടപ്പെടുത്തിയത് കണ്ടത് ഞാനാണെന്ന് പറഞ്ഞ് വാട്സണും കൂടെ കയറുന്നു. സത്യത്തിൽ ഐറിൻ അറ്റ്ലറുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഷെർലക്കിനെയും വാട്സണെയും ഇതിനോടകം തന്നെ അറിയാമായിരുന്നു. അവരുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. അവരുടെ മുമ്പിലാണ് ഷെർലക്കും വാട്സണും ഈ നാടകം കളിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള ഒരു സ്ത്രീ ഷെർലക്കിനെ മുകളിലത്തെ ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ഷെർലക് ഐറിൻ അറ്റ്ലർ വരുന്നതിനായി വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയം ഷെർലക്കിനെ ഞെട്ടിച്ചുകൊണ്ട് ഐറിൻ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അതും മേൽവസ്ത്രങ്ങളൊന്നുമില്ലാതെ. ഇത് കണ്ട് ഷെർലക് കണ്ണും വീഴ്ച നിന്നു പോവുകയാണ്. അങ്ങോട്ടേക്ക് വാട്സണും അപ്പോൾ വരുന്നുണ്ട്. വാട്സണും ഈ കാഴ്ച കണ്ട് ഞെട്ടുന്നുണ്ട്. ഷെർലക് അപ്പോൾ തന്നെ വാട്സനെ ആ മുറിയിൽ നിന്നും പുറത്തേക്കാക്കുന്നു. വാട്സൺ മനസ്സോടെയാണ് ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. എന്നിട്ട് ഷെർലക് അവളെ അനലൈസ് ചെയ്ത് തുടങ്ങുകയാണ്. അവളുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്നും ഒന്നും കിട്ടാനില്ല. കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവളിൽ നിന്നും ഒരു വിവരവും കിട്ടുന്നില്ല. ഐറിൻ അറ്റ്ലർ ആ റോയൽ ഫാമിലിയുടെ രഹസ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ തീർച്ചയായും തന്റെ കയ്യിൽ വയ്ക്കാൻ ഒരു സാധ്യതയുമില്ല. അത് മറ്റെവിടെയെങ്കിലും രഹസ്യമായി ഒളിപ്പിച്ചു വെക്കാനായിരിക്കും സാധ്യത. അത് കണ്ടുപിടിക്കാനായി ഷെർലക്കിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനായി പുറത്തുപോയ വാട്സൺ നേരെ ചെറിയൊരു തീ കത്തിച്ചിട്ട് അവിടുത്തെ ഫയർ അലാറം ആക്ടിവേറ്റ് ചെയ്യുന്നു. സത്യത്തിൽ ഇത് ഷെർലക്കിന്റെയും വാട്സന്റെയും ഒരു പ്ലാൻ ആയിരുന്നു. എപ്പോൾ ആ ഫയർ അലാറം ആക്ടിവേറ്റ് ആയോ, എന്തെങ്കിലും അപകട സൂചന ലഭിക്കുന്ന സമയം തീർച്ചയായും ഐറിൻ അറ്റ്ലർ മൊബൈൽ എവിടെയാണോ ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് ഒരു തവണയെങ്കിലും കണ്ണോടിക്കുമെന്ന് ഷെർലക്കിന് തീർച്ചയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഐറിൻ ആ സമയം പെട്ടെന്ന് നോക്കിയത് അടുത്തുള്ള ഒരു കണ്ണാടിയിലേക്കാണ്. ആ രഹസ്യം മനസ്സിലാക്കി ഷെർലക് നേരെ ആ കണ്ണാടിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതിലൊരു കീ അമർത്തിയതും ആ കണ്ണാടി മുകളിലേക്ക് പോയി. അവിടെ ഒരു ലോക്കർ പ്രത്യക്ഷപ്പെടുന്നു. അതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ലോക്കർ ആയിരുന്നു. എന്താണ് ഇതിന്റെ പാസ്വേഡ് എന്ന് ഷെർലക് ഐറിനോട് ചോദിക്കുന്നു. അതിന്റെ പാസ്വേഡ് ഞാൻ പറയാം, പക്ഷേ ആ പാസ്വേഡ് നീ ഓൾറെഡി കണ്ടതാണ് എന്ന് ഐറിൻ പറയുന്നു. എന്ത്? ആ പാസ്വേഡ് ഞാൻ ഓൾറെഡി കണ്ടതാണെന്നു ഷെർലക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു കൂട്ടം ആളുകൾ കയറി വരുന്നു. അവരുടെ കയ്യിൽ തോക്കെല്ലാം ഉണ്ട്. അവർ നേരെ വാട്സനെയും ഐറിനെയും ബന്ദികളാക്കുന്നു. സത്യത്തിൽ ഐറിന്റെ കയ്യിലുള്ള മൊബൈലിൽ ആ ഫോട്ടോസ് മാത്രമല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒരുപാട് രേഖകളുണ്ട്. അത് കൈവശപ്പെടുത്താൻ വേണ്ടിയാണ് തീവ്രവാദ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് ആ മൊബൈൽ ഫോൺ എടുത്തു തരാൻ അവർ ഷെർലക്കിനോട് ആവശ്യപ്പെടുന്നു. ആ മൊബൈൽ ഫോണിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ ആ സ്ത്രീയോട് ചോദിക്കുമെന്ന് ഷെർലക്ക് പറയുന്നു. നീ മര്യാദയ്ക്ക് ആ മൊബൈൽ ഫോൺ എടുത്തു തന്നോ, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരന്റെ തല പൊട്ടിച്ചിതറുമെന്ന് പറഞ്ഞ് വാട്സന് നേരെ അവർ തോക്കു ചൂണ്ടുന്നു. വേറെ വഴിയില്ലാതെ ഷെർലക് ആ ലോക്ക് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതൊരു നമ്പർ ലോക്കാണ്.
അതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്പർ അമർത്തുമ്പോൾ ആ നമ്പർ കീയിൽ മറ്റു നമ്പറുകളേക്കാൾ കൂടുതൽ ഓയിൽ കയ്യിൽ നിന്ന് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്പർ 3-ലാണ് കൂടുതൽ ഓയിൽ പതിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്പർ 3 തന്നെ. ബാക്കി നമ്പർ എത്രയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഐറിൻ പറഞ്ഞ കാര്യം ഓർമ്മയിലേക്ക് വന്നത്. പാസ്വേഡ് എല്ലാം നീ ഇതിനോടകം തന്നെ കണ്ടിരിക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ ഐറിന്റെ ബോഡി മെഷർമെന്റ് തന്നെയാണ് ആ പാസ്വേഡ്. ഐറിന്റെ ആ നഗ്നരൂപം മനസ്സിൽ കണ്ട് ഷെർലക് പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. 32 24 34. അങ്ങനെ പാസ്വേഡ് എൻ്റർ ചെയ്തതും അത് അൺലോക്ക് ആവുന്നു. അപ്പോഴാണ് ഷെർലക് ചിന്തിക്കുന്നത്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ആ മൊബൈൽ ഇത്രയും സിമ്പിളായ രീതിയിൽ ഐറിൻ വെക്കാൻ സാധ്യതയില്ല എന്നാലോചിച്ചുകൊണ്ട് ആ ലോക്കിന്റെ ഫ്രണ്ടിൽ നിന്നും നീങ്ങി നിന്ന് അത് തുറക്കുന്നു. അത് തുറന്ന നിമിഷം തന്നെ ലോക്കറിനുള്ളിൽ നിന്നും ഒരു വെടിയുണ്ട പായുന്നു. അത് നേരെ എതിരെ നിന്ന ഒരു തീവ്രവാദിയുടെ നെഞ്ചിലാണ് പതിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന ചെറിയ ധാരണയിൽ തന്നെയാണ് ഷെർലക് അങ്ങനെ മാറി നിന്ന് തുറന്നത്. ആ ഊഹം കറക്റ്റ് ആയിരുന്നു. ഉടൻ തന്നെ ഷെർലക് തൊട്ടടുത്ത് നിന്ന തീവ്രവാദിയെ കീഴ്പ്പെടുത്തുന്നു. ആ സമയം തന്നെ വാട്സണും തിരിച്ചടിക്കുന്നു. ഒപ്പം ഐറിനും ആ തീവ്രവാദികളെ കീഴ്പ്പെടുത്തുന്നു. ആ സമയം ഷെർലക് ആ മൊബൈൽ എടുത്ത് ആ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ മൊബൈൽ ഫോണും അവൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഷെർലക് എത്ര ശ്രമിച്ചിട്ടും അത് അൺലോക്ക് ആയില്ല. അപ്പോൾ ഐറിൻ പറയുന്നു, നീ എത്ര ശ്രമിച്ചാലും നിനക്കതിന്റെ പാസ്വേഡ് ഗസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ മൊബൈൽ ഫോൺ എന്റെ കയ്യിലേക്ക് തന്നേക്ക്. എന്നാൽ ഷെർലക് അതിന് സമ്മതിക്കുന്നില്ല. ഐറിൻ ഷെർലക്കിന്റെ അടുത്ത് വന്നിട്ട് നൈസായി ഒരു മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഷെർലക് മയങ്ങി വീഴാണ്. അങ്ങനെ ആ മൊബൈൽ എടുത്ത് ഐറിൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഷെർലക് ആ ചെറിയ മയക്കത്തിലേക്ക് പോകുമ്പോഴും ഷെർലക്കിന്റെ മനസ്സിൽ കേസുകളും മറ്റു കാര്യങ്ങളുമാണ്. തൊട്ടുമുമ്പ് അന്വേഷിച്ചിരുന്ന കേസാണ് ആ സമയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്. മയക്കുമരുന്നിന്റെ ഡോസ് കൊണ്ടാണോ എന്നറിയില്ല. ആ സമയം ഷെർലക്കിന്റെ കൂടെ അവിടെ ഐറിനെയും കാണിക്കുന്നു. മറ്റൊന്നുമല്ല, ഒരാൾ വന്നു പറഞ്ഞില്ലേ, കാർ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഒരു ശബ്ദം കേട്ടു, അപ്പോഴേക്കും മാനത്തേക്ക് നോക്കി ഒരാൾ പെട്ടെന്ന് മരിച്ചു വീണു എന്നതെല്ലാം. സത്യത്തിൽ ആ ദൂരെ നിന്ന ആൾ വെറുതെ മാനത്തേക്ക് നോക്കി നിന്നതല്ല. അയാൾ അവിടെ ബൂമാറാങ്ക് എറിഞ്ഞ് പരിശീലിക്കുകയായിരുന്നു. അങ്ങനെ എറിഞ്ഞ ഒരു നിമിഷത്തിലാണ് പെട്ടെന്ന് ഒരു ശബ്ദം ആ കാറിന്റെ ഭാഗത്തു നിന്ന് കേട്ടത്. അയാൾ അങ്ങോട്ട് നോക്കിയതും അയാൾ തന്നെ എറിഞ്ഞ ബൂമറാങ് വന്ന് അയാളുടെ തലയിൽ പതിച്ചു. തൽക്ഷണം അയാൾ മരിച്ചു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതും മനസ്സിൽ കാണുകയാണ് ഷെർലക്. അങ്ങനെ ഷെർലക്കിന് ബോധം തിരിച്ചു കിട്ടുമ്പോൾ അവിടെ മൈക്രോഫ്റ്റും വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഫോട്ടോസ് മാത്രമല്ല അവരുടെ മൊബൈലിൽ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഗവൺമെന്റിനെ കുറിച്ചുള്ള ഒത്തിരി വിവരങ്ങൾ ആ മൊബൈലിൽ ഉണ്ടായിരുന്നു. അത് കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇവിടെ കുറെ ഗ്രൂപ്പുകൾ വന്നത്. ആ വന്ന ടീം അത് കൈവശപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് ആ മൊബൈൽ ഫോൺ കണ്ടുപിടിക്കണമെന്ന് ഷെർലക് പറയുന്നു. അത് സാരയില്ല ഷെർലക്, ഇനി ബാക്കിയുള്ളത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. നീ സഹായിച്ചതിന് നന്ദി. ഇതോടുകൂടി നിന്റെ ഈ കേസിലെ റോൾ അവസാനിച്ചിരിക്കുന്നു എന്ന് മൈക്രോഫ്റ്റ് പറയുന്നു. എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഷെർലക്കും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഒരു ഡിസംബർ ഈവനിങ്ങിൽ എല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. വാട്സനും ഷെർലക്കും പിന്നെ മോളിയും അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോഴാണ് ഷെർലക്കിന്റെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നത്. ഷെർലക്കിന്റെ വീട്ടിൽ ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്, ഒന്ന് പോയി നോക്കെന്നായിരുന്നു ആ മെസ്സേജ്. ആ മെസ്സേജ് ഐറിൻ അറ്റ്ലറുടെ പക്കൽ നിന്നായിരുന്നു. ആ പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ അതിൽ ഐറിൻ അറ്റ്ലറുടെ മൊബൈൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മൊബൈൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്കിൽ അതിനർത്ഥം അവളിപ്പോൾ ജീവനോടെ ഇല്ല എന്നാണ്. അത് സ്ഥിരീകരിക്കാനായി ഉടൻ തന്നെ മൈക്രോഫ്റ്റിനെ വിളിക്കുന്നു. അപ്പോൾ മൈക്രോഫ്റ്റും പറയുന്നു, നീ പറഞ്ഞത് സത്യാണ്, ഐറിൻ അറ്റ്ലർ മരണപ്പെട്ടിരിക്കുന്നു. അത് കൺഫേം ചെയ്യാനായി ഷെർലക്കും മൈക്രോഫ്റ്റും ഐറിൻ അറ്റ്ലറുടെ ബോഡി പരിശോധിക്കുകയാണ്. ബോഡി ഇപ്പോൾ ലാബിലാണ്. അവിടുത്തെ ടെക്നീഷ്യൻ മോളിയാണ്. ഫസ്റ്റ് മോളി ഐറിൻ അറ്റ്ലറുടെ ഫേസ് ആണ് കാണിക്കുന്നത്. അത് കണ്ടപ്പോൾ ഷെർലക്ക് പറയുന്നു, അവളുടെ ബോഡി മൊത്തം ഒന്ന് കാണിക്കാൻ. അത് കാണിച്ചതും ഷെർലക്ക് ഉടൻ സ്ഥിരീകരിക്കുന്നു, ഇത് ഐറിന്റെ ബോഡി തന്നെയാണെന്ന് പറഞ്ഞ് ഷെർലക്ക് അവിടെ നിന്ന് പോവുകയാണ്. എന്താടാ, എന്തു പറ്റിയെന്ന് മൈക്രോഫ്റ്റ് ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല. മൈക്രോഫ്റ്റ് നേരെ വാട്സനെ വിളിച്ചിട്ട് പറയാണ്, ഷെർലക്കിന് എന്താ പറ്റിയത്? ഐറിൻ അറ്റ്ലർ മരിച്ചു എന്ന വാർത്തയ്ക്ക് ശേഷം അവൻ എന്തോ ലവ് ഫെയിലിയർ വന്ന പോലെയാണ് പെരുമാറുന്നത്. നീ ഒന്ന് ശ്രദ്ധിച്ചേക്കണമെന്ന് മൈക്രോഫ്റ്റ് വാട്സനോട് പറയുന്നു. വാട്സൺ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഷെർലക് നിർത്താതെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വായന നിർത്തുന്നില്ല. കുറേ നേരം തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ഷെർലക് ഐറിന്റെ മൊബൈൽ കയ്യിലെടുത്ത് അത് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തായിരിക്കും പാസ്വേഡ് എന്ന് അവൻ ആലോചിച്ചിട്ട് ഒന്നും മനസ്സിൽ വരുന്നില്ല. പെട്ടെന്ന് ബ്ലോഗ് നോക്കുമ്പോൾ അത് 1795 എന്ന് കൗണ്ട് സ്റ്റോപ്പായി നിൽക്കുന്നത് കാണാം. 4 നമ്പർ തന്നെയാണ് പാസ്വേഡ്. അപ്പോൾ 1795 എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുന്നു. അത് റോങ് പാസ്വേഡ് ആയിരുന്നു. ഇനി 3 ചാൻസുകൾ മാത്രമാണുള്ളത്. ആ ചാൻസ് കൊണ്ട് ആ മൊബൈൽ അൺലോക്ക് ചെയ്യണം.
അല്ലെങ്കിൽ പിന്നെ ആർക്കും അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. അതിനകത്തുള്ള ഡാറ്റ എല്ലാം ഡിലീറ്റ് ആയി പോവും. ഷെർലക്ക് വീണ്ടും വയലിനെടുത്ത് വായിക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ട് വട്ടുപിടിച്ച് വാട്സൺ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വാട്സന് മുമ്പിൽ ഒരു സുന്ദരിയായ ലേഡി വന്ന് നിൽക്കുന്നു. മിസ്റ്റർ വാട്സൺ, ഞങ്ങളുടെ കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞ് അവൾ അവനെ കാറിൽ കയറ്റി കൊണ്ടുപോവാണ്. വാട്സൺ കരുതി തന്നെ മൈക്രോഫ്റ്റ് വിളിപ്പിക്കുകയാണെന്ന്. പക്ഷെ കാറ് പോയി നിൽക്കുന്നത് ഐറിൻ അറ്റലറുടെ മുമ്പിലാണ്. ഓഹോ, എന്നുവെച്ചാൽ നീ മരിച്ചിട്ടില്ല അല്ലേ എന്ന് വാട്സൺ പറയുന്നു. അതെ, ഈ സൊസൈറ്റിയുടെ മുമ്പിൽ നിന്നും ഒന്ന് മാറി നിൽക്കണമെന്ന് കരുതി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ആ മൊബൈൽ ഉണ്ടെങ്കിൽ അത് ആപത്താണ്. അതുകൊണ്ടാണ് ഞാനത് ഷെർലക്കിനെ ഏൽപ്പിച്ചത്. എനിക്കിപ്പോൾ അത് തിരിച്ചു വേണം. നീ അത് എനിക്ക് എടുത്തു തരണമെന്ന് ഐറിൻ പറയുന്നു. നോക്കൂ, നിന്റെ മൊബൈലുമായി എനിക്കൊരു ബന്ധവുമില്ല. അത് ഞാനെന്തിനാണ് എടുത്തു തരുന്നത്? നിനക്ക് പോയി ചോദിച്ചാ പോരെ? അവൻ നീ മരിച്ചുപോയെന്ന് വിചാരിച്ച് വിഷമിച്ച് നിർത്താതെ ആ വയലിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ മരിച്ചിട്ടില്ല എന്നൊരു മെസ്സേജ് ചെയ്, എന്നിട്ട് നോക്കാമെന്ന് വാട്സൺ പറയുന്നു. എന്നാ ശരി, അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് അവൾ ഷെർലക്കിനൊരു മെസ്സേജ് അയക്കാണ്. ഞാൻ ജീവനോടെയുണ്ട്, നമുക്ക് ഡിന്നറിന് പോയാലോ എന്ന് ചോദിച്ച്. അപ്പോൾ ആ മെസ്സേജ് ഡെലിവർ ആയ ഒരു ശബ്ദം ആ പരിസരത്ത് തന്നെ നിന്ന് കേൾക്കുന്നു. അതെ, അത് ആ ഷെർലക് ഹോംസിന്റെ മൊബൈലിൽ നിന്നാണ്. അതിനർത്ഥം വാട്സനെ പിന്തുടർന്ന ഷെർലക്കും അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഐറിൻ അറ്റ്ലർ മരിച്ചിട്ടില്ല എന്ന സത്യം അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. സത്യത്തിൽ ഐറിനെ ഷെർലക്കിന് ഇഷ്ടമായിരുന്നു. എന്തായാലും ആള് ജീവനോടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഷെർലക്കിന്റെ വീടിന്റെ ഡോർ ആരോ തുറന്നിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വീട് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളെല്ലാം താഴെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് മിസ്റ്റർ ഹഡ്സനാണ് ഉപയോഗിക്കാറ്. അവർ അത് ഉപയോഗിച്ചതിന് ശേഷം അവിടെ ഇട്ടിട്ട് പോകാറില്ല. എടുത്തു വെക്കാറാണ് പതിവ്. മുകളിലേക്കുള്ള സ്റ്റെപ്പിന് സൈഡിലായി ചെറുതായി ഷൂ കൊണ്ട് ഉരഞ്ഞതുപോലുള്ള പാടുകളുണ്ട്. ആരെയോ വലിച്ചിഴച്ച് മുകളിലേക്ക് കയറ്റിയതുപോലെ. അതിനർത്ഥം മിസ്സിസ് ഹഡ്സനെ ആരോ ബലം പ്രയോഗിച്ച് മുകളിലേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ടാവാനാണ് സാധ്യത. മുകളിലേക്ക് വലിച്ചു കയറ്റി കെട്ടിയിട്ടിരിക്കാനാണ് സാധ്യത. മുകളിൽ ചെന്ന് നോക്കുമ്പോൾ ഷെർലക്ക് ചിന്തിച്ചതുപോലെ തന്നെ ആ തീവ്രവാദി ഗ്രൂപ്പ് വന്നിട്ട് മിസ്സിസ് ഹഡ്സനെ പിടിച്ചു കെട്ടി ഗൺ പോയിന്റിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐറിൻ അറ്റലറുടെ ഫോൺ ഷെർലക്കിന്റെ കയ്യിലുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അത് കൈവശപ്പെടുത്താനാണ് അവർ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് ആ ഫോൺ തിരിച്ചതാ എന്ന് ഗ്യാങ് ലീഡർ പറയുന്നുണ്ട്. അപ്പോൾ ഷെർലക്ക് പറയുന്നു, ശരി, ഞാൻ ആ ഫോൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരാം. പക്ഷേ അത് ഞാൻ നിന്നോട് മാത്രമേ പറയുള്ളൂ. ബാക്കിയുള്ളവരോടെല്ലാം ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ എന്ന് ഷെർലക്ക് പറയുന്നു. ഓക്കെ ശരി, ബാക്കിയുള്ളവരെല്ലാം വെളിയിലേക്ക് പൊക്കോ. ഞാൻ ഇവന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആളുകളെല്ലാം ആ ലീഡർ തന്നെ താഴേക്ക് പറഞ്ഞയക്കുന്നു. ശരി, എല്ലാവരും പോയി. ആ മൊബൈൽ എവിടെയെന്ന് അയാൾ ചോദിക്കുന്നു. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് മിസ്സിസ് ഹഡ്സൺ ഓക്കെ ആണോ എന്ന് പരിശോധിക്കണം എന്നും പറഞ്ഞ് മിസ്സിസ് ഹഡ്സന്റെ അടുത്ത് പോയി അവർ ഓക്കെ ആണോ എന്ന് പരിശോധിക്കുന്നു. മിസ്സിസ് ഹഡ്സന്റെ മുഖത്ത് വന്നവന്മാർ തല്ലിയതിന്റെ പാടുകളുണ്ട്. ഇത് കണ്ടതും ദേഷ്യം വന്ന ഷെർലക് അവനെ എവിടെയെല്ലാം അടിച്ചാൽ അവന് വേദനിക്കുമെന്ന് സ്കാൻ ചെയ്യുന്നത് പോലെ നോക്കി മനസ്സിലാക്കാണ്. അപ്പോഴേക്കും അവൻ ഷെർലക്കിന്റെ അടുത്തേക്ക് വന്നിട്ട് ഫോൺ എവിടെയെന്നും പറഞ്ഞ് ഷെർലക്കിനെ സെർച്ച് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു പെപ്പർ സ്പ്രേ പോലുള്ള എന്തോ ഒന്ന് അവന്റെ കണ്ണിലേക്ക് അടിക്കാണ്. പിന്നെ ഷെർലക്ക് പ്ലാൻ ചെയ്ത് പോയിന്റ് ചെയ്തു വെച്ച മർമ്മസ്ഥാനത്തെല്ലാം കിക്ക് കൊടുക്കുകയാണ്. അടുത്ത സീനിൽ വാട്സൺ അങ്ങോട്ടേക്ക് വരുമ്പോൾ മിസ്സിസ് ഹഡ്സനെ കെട്ടിയിട്ട സ്ഥാനത്ത് ആ ഗ്യാങ് ലീഡറെ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഡിറ്റക്റ്റീവ് ഗ്രേക്കിനെ കോൾ ചെയ്തിട്ട് ഷെർലക്ക് പറയാണ്, ഇവിടെ ഏതോ ഒരുത്തൻ വന്ന് മിസ്സിസ് ഹഡ്സനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ വന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ ആ വന്നവനോട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും വീണ് കുറച്ച് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവനെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു ആംബുലൻസ് കൂടി വിളിച്ചോളൂ എന്ന് ഷെർലക്ക് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഉടനെ അയാളെ നേരെയെടുത്ത് മുകളിൽ നിന്നും താഴേക്കിടാണ്. കുറച്ചു കഴിഞ്ഞ് ഡിറ്റക്റ്റീവ് ഗ്രേക്ക് അവിടെ എത്തുന്നുണ്ട്. ഗ്രേക്ക് വന്ന ഉടനെ ആ വീണ് കിടക്കുന്ന ആളുടെ പരിക്ക് കണ്ടിട്ട് പറയുന്നു, ഇവന്റെ ശരീരത്തെ പരിക്കുകളെല്ലാം കണ്ടിട്ട് ഒരു വട്ടം മുകളിൽ നിന്ന് താഴെ വീണ പോലെ അല്ലല്ലോ ഉള്ളത്. ശരിക്കും ഇവൻ ഒരു വട്ടാണോ മുകളിൽ നിന്ന് വീണത്? അതെ അതെ എന്ന് ഷെർലക്ക് പറയുന്നു. സത്യത്തിൽ മിസ്സിസ് ഹഡ്സനെ ആ വന്നവനെ ഉപദ്രവിച്ചതുകൊണ്ട് ആ ഗ്യാങ് ലീഡറിനെ മുകളിൽ നിന്നും താഴേക്ക് എടുത്തിട്ടു. പിന്നെയും താഴെ നിന്നും മുകളിലേക്ക് എടുത്തുകൊണ്ട് വന്ന് പിന്നെയും താഴെയിട്ടു. അങ്ങനെ ഒന്നല്ല, 4 തവണ ഇട്ടു. അങ്ങനെയാണ് അയാൾക്ക് ഇത്രയും പരിക്ക് പറ്റിയത്. അപ്പോൾ വാട്സൺ ചോദിക്കുന്നു, ആ മൊബൈൽ ഫോൺ നീ എവിടെയാ വെച്ചതെന്ന്. അത് ദേ ഇവിടെയുണ്ടെന്നും പറഞ്ഞ് മൊബൈൽ എടുത്തു കൊടുക്കുന്നു. ഷെർലക് മിസ്സിസ് ഹഡ്സൺ എന്തെങ്കിലും പറ്റുമോ എന്ന് നോക്കാൻ വന്ന സമയം ആ മൊബൈൽ അവരുടെ കയ്യിലേക്ക് മാറ്റിയിരുന്നു. പിന്നെ എങ്ങനെ ആ വന്നവന്മാർക്ക് കിട്ടാനാ എന്നും പറഞ്ഞ് അവർ ചിരിക്കുന്നു. ഷെർലക് വയലിനെടുത്ത് വായിക്കാൻ തുടങ്ങാണ്. എടാ, നീ വീണ്ടും തുടങ്ങിയോ? ഐറിൻ ഇപ്പോൾ ജീവനോടെയുണ്ടല്ലോ, പിന്നെ എന്തിനാ എന്ന് വാട്സൺ ചോദിക്കുന്നു. അപ്പോൾ ഷെർലക് തന്റെ മൊബൈൽ എടുത്ത് ഐറിന് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു.
പിന്നെ എങ്ങനെയെങ്കിലും ആ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഷെർലക്ക് ചിന്തിക്കുകയാണ്. ആ മൊബൈൽ ഫോൺ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഐറിൻ അതിൽ വേറൊരു വിധത്തിലും ഡാറ്റ എടുക്കാൻ പറ്റാത്ത വിധം അത് ഡെസ്ട്രോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ആ ഫോൺ തന്നെ ബ്ലാസ്റ്റായി പോകും. അതുകൊണ്ട് കറക്റ്റ് പാസ്വേഡ് അടിച്ച് മാത്രമേ ഇതിനെ അൺലോക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ വീട്ടഡ്രസ് 221B എന്നാണ്. ഇനി അതായിരിക്കുമോ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതൊരു റോങ് പാസ്വേഡ് ആയിരുന്നു. ഇനി പാസ്വേഡ് എൻ്റർ ചെയ്യാൻ രണ്ടേ രണ്ട് ചാൻസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീടിന്റെ വിൻഡോ പകുതി തുറന്നു കിടക്കുന്നതായി കാണുന്നത്. ആരോ വീട്ടിൽ കയറിയിട്ടുണ്ട് എന്ന് ഷെർലക്ക് പറഞ്ഞ് അവിടേക്ക് നോക്കുമ്പോഴാണ് ഐറിൻ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണുന്നത്. അവൾ ഉറങ്ങി എഴുന്നേറ്റ ശേഷം പറയുന്നു, മര്യാദയ്ക്ക് ഫോൺ തന്നേക്ക്. എനിക്കല്ലാതെ മറ്റാർക്കും ആ പാസ്വേഡ് അറിയില്ല. അത് അൺലോക്ക് ചെയ്യാനും സാധിക്കില്ല. ശരി, ഓക്കെ, ഇന്നാ നിന്റെ മൊബൈൽ എന്ന് പറഞ്ഞ് ആ ഫോൺ എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ് ഷെർലക്ക്. അത് വാങ്ങി അവൾ പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ആ പാസ്വേഡും റോങ് എന്നും പറഞ്ഞു വരുന്നു. എന്താണതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഷെർലക്ക് പറയുന്നത്, ഇത് നിന്റെ മൊബൈലല്ല. നിന്റെ മൊബൈൽ പോലെ ഒരു ഡമ്മി മൊബൈലാണത്. ഇപ്പോൾ നീ ടൈപ്പ് ചെയ്ത പാസ്വേഡ് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നു. 1058 അല്ലേ നിന്റെ പാസ്വേഡ് എന്ന് പറഞ്ഞ് വേഗം പോയി ആ ഒറിജിനൽ മൊബൈൽ എടുത്ത് ഷെർലക്ക് അവൾ ടൈപ്പ് ചെയ്ത പാസ്വേഡ് അതിൽ ടൈപ്പ് ചെയ്യാണ്. പക്ഷേ ആ പാസ്വേഡും റോങ് എന്ന് തന്നെയാണ് വരുന്നത്. എന്ത് പറ്റി ഷെർലക്ക്, പാസ്വേഡ് തെറ്റിയോ എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ എത്ര വർഷമായി ആ മൊബൈൽ എടുത്ത് യൂസ് ചെയ്യുന്നു. അതെനിക്ക് തൊട്ടാൽ തന്നെ അറിയാം ഏതാണ് ഒറിജിനൽ ഏതാണ് ഫേക്ക് എന്ന്. അത് വെച്ച് എന്നെ പറ്റിക്കാൻ നോക്കിയാൽ അത് നടക്കുമോ എന്ന് അവൾ ചോദിക്കുന്നു. ശരി, ഇനിയൊരു ചാൻസ് കൂടിയേ ഉള്ളൂ അത് അൺലോക്ക് ചെയ്യാനെന്നും പറഞ്ഞ് അവൾ ആ ഒറിജിനൽ മൊബൈൽ ഷെർലക്കിന്റെ കയ്യിൽ നിന്നും വാങ്ങി കറക്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് മൊബൈൽ ഓപ്പൺ ചെയ്തിട്ട് അവൾ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കുന്നു. എന്നിട്ട് ഷെർലക്കിനോട് ചോദിക്കുന്നു, ഇതൊരു ക്രിപ്റ്റോ മെസ്സേജ് ആണ്. ഇതിൽ എന്തൊക്കെയോ മെസ്സേജ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. നിനക്കിത് ഡീകോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അവൾ ചോദിക്കുന്നു. ഇത് കേട്ടതും ഷെർലക്ക് അവളെയും ഇംപ്രസ് ചെയ്യാനായി അത് നോക്കിയിട്ട് വെറും ഒറ്റ സെക്കൻഡ് കൊണ്ട് അത് മൈൻഡിലിട്ട് ഡീകോഡ് ചെയ്യുന്നു. അതും വെറും നിസ്സാര സമയം കൊണ്ട്. കറക്റ്റ് പറഞ്ഞാൽ വാട്സൺ കോഫി സിപ്പ് ചെയ്ത് ഗ്ലാസ് താഴേക്ക് വെക്കുന്ന ആ കുറച്ച് സമയം കൊണ്ട് ഷെർലക്ക് അത് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ക്രിപ്റ്റോ മെസ്സേജ് അല്ല. ഇതെല്ലാം ഒരു ഫ്ലൈറ്റിന്റെ സീറ്റ് നമ്പേഴ്സ് ആണ്. അതും ഒരു വലിയ ഫ്ലൈറ്റിന്റെ. കാരണം ഇതിന് 50 അല്ലെങ്കിൽ K ലെറ്റേഴ്സ് വരെ സീറ്റുകളുണ്ട്. നാളെ 6:30 ഹേത്രോ എയർപോർട്ടിൽ നിന്ന് ഇത് പുറപ്പെടും. ഇത്രയും കാര്യങ്ങൾ ഷെർലക്ക് ഡീകോഡ് ചെയ്ത് പറയുന്നു. ഇത് കേട്ടതും ഉടനെ ഈ വിവരങ്ങൾ ഐറിൻ ആർക്കോ മെസ്സേജ് അയക്കുന്നു. അത് വേറെ ആർക്കോ അല്ല, മൊറിയാട്ടിക്കായിരുന്നു. മൊറിയാട്ടി ഈ മെസ്സേജ് മനസ്സിലാക്കിയ ഉടനെ ജംബോ ജെറ്റ് എന്നും പറഞ്ഞ് ഒരു മെസ്സേജ് മൈക്രോഫ്റ്റിന് അയക്കുന്നു. ആ മെസ്സേജ് കണ്ട ഉടനെ മൈക്രോഫ്റ്റ് വല്ലാതെ ടെൻഷനിലാവുന്നു. ആ സമയം ഐറിൻ അല്ല, ഷെർലോക്ക് പറയുന്നു, നമ്മൾക്ക് ഡിന്നറിന് പോകാമെന്ന്. സന്തോഷത്തോടെ അവളുടെ കൈ പിടിക്കുമ്പോൾ കുറച്ചാളുകൾ അങ്ങോട്ടേക്ക് വരുന്നു. അത് മൈക്രോഫ്റ്റിന്റെ ആളുകളായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും ഐറിനെ അവിടെ കാണുന്നില്ല. അവൾ ആ വന്നവരുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഷെർലക്കും വാട്സണും ആ വന്നവരുടെ കൂടെ മൈക്രോഫ്റ്റിന്റെ അടുത്തേക്ക് പോവാണ്. അവർ നേരെ പോകുന്നത് ഹെത്രോ എയർപോർട്ടിലേക്കാണ്. അവിടെ ഒരു ജംബോ ജെറ്റ് നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് കയറി ചെല്ലുമ്പോൾ ഷെർലക്ക് കാണുന്നത് സീറ്റിൽ പാസഞ്ചേഴ്സിന് പകരം നിറയെ ഡെഡ് ബോഡീസ് ആണ്. അവിടെ മൈക്രോഫ്റ്റ് നിൽക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ മൈക്രോഫ്റ്റ് പറയുന്നു, ഇതെല്ലാം കണ്ടോ, ഇത് നമ്മുടെ വലിയൊരു പ്ലാൻ ആയിരുന്നു. ജർമ്മൻ മിലിറ്ററിയുടെ ഒരു സീക്രട്ട് കോഡ് നമ്മൾ ക്രാക്ക് ചെയ്തു. അതിൽ നിന്നും മനസ്സിലാക്കിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഹെത്രോയിൽ നിന്നും പുറപ്പെടുന്ന നമ്മുടെ ഒരു ഫ്ലൈറ്റ് ജർമ്മൻസ് അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് ബ്ലാസ്റ്റ് ചെയ്ത് നമ്മുടെ ഒത്തിരി ആളുകളെ കൊല്ലാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അവരുടെ പ്ലാൻ തടുക്കാം. പക്ഷേ അങ്ങനെ തടുത്താൽ ജർമ്മൻസ് കൂടുതൽ ഉഷാറാകും. നമ്മൾ അവരുടെ സീക്രട്ട് ലൈൻ ഹാക്ക് ചെയ്ത വിവരം അവർക്ക് മനസ്സിലാവും. പിന്നീട് അവർ കൂടുതൽ അലേർട്ടാവും. അങ്ങനെയായാൽ അവർ നെക്സ്റ്റ് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാതെ പോകും. അത് ഭാവിയിൽ വീണ്ടും നമുക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് അവരുടെ പ്ലാൻ നടക്കണം. പക്ഷേ നമ്മുടെ ആളുകൾക്കൊന്നും പറ്റരുത്. അതിനുവേണ്ടിയാണ് ഈ ഫ്ലൈറ്റിൽ നമ്മൾ നാച്ചുറലായി ഡെത്തായ ആളുകളുടെ ഡെഡ് ബോഡീസ് കൊണ്ട് നിറച്ചിരിക്കുന്നത്. ഈ ഫ്ലൈറ്റ് ഓട്ടോ പൈലറ്റ് മോഡിൽ ഫ്ലൈ ചെയ്യും. ജർമ്മൻസ് പ്ലാൻ ചെയ്തതുപോലെ ഈ ഫ്ലൈറ്റിനെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഭാഗത്ത് ലോസ് വരുന്നത് ആ ഫ്ലൈറ്റ് മാത്രമായിരിക്കും. അപ്പോൾ അവരുടെ മിഷൻ നടന്നതായി അവർ വിചാരിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അവർ പ്ലാൻ ചെയ്യുന്ന കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മിഷന്റെ ഡീറ്റെയിൽസ് ആണ് ആ ക്രിപ്റ്റോ മെസ്സേജ് പോലെ എൻക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ആളുകൾക്ക് ഷെയർ ചെയ്തതാണ്. പക്ഷേ അവൾ അതെങ്ങനെയോ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എന്നിരുന്നാലും അവൾക്കത് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതാണ് നീ ഒറ്റയ്ക്ക് ഡീകോഡ് ചെയ്ത് കൊടുത്തത്. അതുമൂലം നമ്മുടെ പ്ലാൻ ഇപ്പോൾ ലീക്കായി എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്ലാനും പരാജയപ്പെട്ടിരിക്കുന്നു.
അതിനെല്ലാം കാരണം നീയാണ് ഷെർലക് എന്ന് മൈക്രോഫ്റ്റ് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് മൈക്രോഫ്റ്റ് വളരെ വിഷമത്തിൽ നിൽക്കാണ്. ആ സമയം ഐറിൻ അറ്റ്ലർ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മൈക്രോഫ്റ്റ്, നിങ്ങളിപ്പോൾ ലോക്കായിരിക്കുകയാണോ? ഈ ജംബോ ജെറ്റ് പ്ലാൻ മാത്രമല്ല മൈക്രോഫ്റ്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പല രഹസ്യ വിവരങ്ങളും വേറെ കുറെ ഒത്തിരി ഇൻഫർമേഷൻസും എൻ്റെ മൊബൈലിലുണ്ട്. അതെല്ലാം വെളിയിൽ വന്നാൽ നിങ്ങളുടെ ഗവൺമെന്റ് തന്നെ നിലത്ത് വീഴും. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ആ രഹസ്യങ്ങളൊന്നും ഞാൻ ചത്താലും വെളിയിൽ വിടില്ല. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതെനിക്ക് ചെയ്തു തരണം എന്ന് ഐറിൻ അറ്റ്ലർ പറയുന്നു. ഇപ്പോൾ വേണമെങ്കിൽ ഐറിനെ പിടിച്ച് ആ മൊബൈലിലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ മൈക്രോഫ്റ്റിന് കഴിയും. പക്ഷേ അവൾ തെറ്റായ പാസ്വേഡാണ് നൽകുന്നതെങ്കിൽ ആ മൊബൈൽ അടക്കം നശിച്ചു പോകും. അങ്ങനെ നശിച്ചാൽ നശിക്കട്ടെ എന്ന് കരുതാൻ സാധിക്കില്ല. കാരണം ഗവൺമെന്റിന്റെ ആ വിവരങ്ങളെല്ലാം വേണം. അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുകയാണ് മൈക്രോഫ്റ്റ്. അപ്പോൾ ഐറിൻ പറയുന്നു, ഹായ് ഷെർലോക്ക്, ഞാൻ നിന്നെ ലവ് ചെയ്യുന്നത് പോലെ അഭിനയിച്ചതാണ്. അത് കണ്ടിട്ട് ഞാൻ വെറുതെ ചോദിച്ചപ്പോൾ തന്നെ വിവരങ്ങളെല്ലാം ഡീകോഡ് ചെയ്ത് തന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്ലാൻ എന്ന് ഷെർലക്കിനെ നോക്കി ഐറിൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഷെർലക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആവുന്നു. എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്കവിടെ തെറ്റും. കാരണം ഇത് ഷെർലക് ഹോംസ് ആണ്. ഇത് അവന്റെ കഥയാണ്. അവൻ ആരുടെ മുമ്പിലും ഇതുവരെ തോറ്റ ചരിത്രമില്ല. ആ സമയം ഐറിൻ അറ്റ്ലർ തന്റെ പുതിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാണ്. അവൾക്ക് പുതിയ ഐഡന്റിറ്റി വേണം, സംരക്ഷണം വേണം എന്നിങ്ങനെയെല്ലാം മൈക്രോഫ്റ്റിനോട് പറയാണ്. ആ സമയം നമ്മുടെ ഷെർലക് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ യഥാർത്ഥ ബുദ്ധി കാണിക്കുന്നുണ്ട്. ഷെർലക്ക് നേരെ അവളുടെ കയ്യിലിങ്ങനെ തടവി അവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ പൾസ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ അവളുടെ ഹാർട്ട് ബീറ്റ് വളരെ കൂടുതലാണ്. എന്നുവെച്ചാൽ ഷെർലക്ക് അടുത്ത് വരുമ്പോഴെല്ലാം അവളുടെ ഹാർട്ട് ബീറ്റ് ചെറുതായി കൂടുന്നുണ്ട്. അതിനർത്ഥം ഷെർലക്കിന്റെ സാന്നിധ്യം അവളിൽ പല വികാരങ്ങളും ഉണർത്തുന്നു എന്നതാണ്. നീ എന്നിൽ ഇംപ്രസ് ആവുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഹാർട്ട് ബീറ്റിൽ വരുന്ന ചേഞ്ചസ്. അതിനർത്ഥം നീ എന്നെ റിയലായി ലവ് ചെയ്യുന്നുണ്ട് എന്നാണ്. അല്ലാതെ അത് അഭിനയമല്ല. പിന്നെ ഈ മൊബൈൽ അൺലോക്ക് ചെയ്യാൻ ആകെ ഒരു ചാൻസ് അല്ലേ ഇനിയുള്ളത്. ഇനി തെറ്റായി എൻ്റർ ചെയ്താൽ ഈ ഫോൺ തന്നെ നശിക്കില്ലേ എന്നും പറഞ്ഞ് ഷെർലക് ആ മൊബൈൽ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി പാസ്വേഡ് എൻ്റർ ചെയ്യാണ്. പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞതും ആ മൊബൈൽ അൺലോക്ക് ആവുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ പാസ്വേഡ് ഇങ്ങനെയായിരുന്നു, അയാം, പിന്നെ ഒരു 4 ഡിജിറ്റ് എൻ്റർ ചെയ്യണം. ആ 4 ഡിജിറ്റിന്റെ സ്ഥാനത്ത് SHER എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതായത് ഐ ആം ഷെർ ലോക്ക്ഡ്. ഇത്രയും പ്രധാനപ്പെട്ട മൊബൈലായിട്ട് കൂടി അതിന്റെ പാസ്വേഡ് ഷെർലക്കിന്റെ പേര് തന്നെയാണ് അവൾ നൽകിയിരിക്കുന്നത്. അവൾക്ക് ഷെർലക്കിനെ അത്ര ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. അൺലോക്ക് ചെയ്ത മൊബൈൽ മൈക്രോഫ്റ്റിനെ ഏൽപ്പിക്കുന്നു. അപ്പോഴാണ് മൈക്രോഫ്റ്റിന് സമാധാനമായത്. ഇനി മൊബൈലും ആ രേഖകളും ബ്രിട്ടീഷ് ഗവൺമെന്റിന് സ്വന്തം. ഇപ്പോൾ വേണമെങ്കിൽ അവളെ ഇവർക്ക് കൊന്നുകളയാം, അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കാം. ഇവളെ കൊല്ലാനായി ധാരാളം പേർ പുറത്ത് വേറെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് മൈക്രോഫ്റ്റിന് അറിയാം. അതുകൊണ്ട് തന്നെ അവളെ അപ്പോൾ അവിടെ നിന്ന് വെറുതെ വിടുന്നു. അവൾ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവൾ ഷെർലക്കിനെ ഇഷ്ടപ്പെട്ടിരുന്നു. തിരിച്ച് ഷെർലക്കിനും അവളെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും അതെല്ലാം മറന്ന് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോയ ഐറിനെ അവളുടെ ശത്രുക്കൾ പിടികൂടുന്നു. അക്കൂട്ടത്തിൽ മുഖം മറച്ചൊരുത്തൻ അവളുടെ തല വെട്ടാനായി കത്തിയെടുക്കുന്ന സമയത്ത് അവൻ അവളോട് പയ്യെ പറയുന്നുണ്ട്, ഞാൻ ഓടാൻ പറയുമ്പോൾ പെട്ടെന്ന് അവിടുന്ന് ഓടിക്കൊള്ളണമെന്ന്. ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്ന് ഐറിൻ നോക്കുമ്പോഴാണ് അത് സാക്ഷാൽ ഷെർലക്ക് തന്നെയായിരുന്നു. എങ്ങനെയാണ് ലവ് ചെയ്ത പെണ്ണിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്? അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താൻ വന്നതാണ്. അങ്ങനെ അവളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഐറിൻ അവിടെ നിന്നും അമേരിക്കയിലേക്ക് പോയി സെറ്റിലാവുന്നു. ഷെർലക്ക് ഇവിടെ ബ്രിട്ടനിൽ കേസുകൾക്ക് പിന്നാലെയാണ്. എന്നെങ്കിലും ഒരു നാൾ അവർ രണ്ടുപേരും ഒന്നിക്കും. ഐറിൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ദിവസം ഡിന്നറിന് പോകും എന്നുള്ള പ്രതീക്ഷയിൽ അവർ ജീവിക്കുകയാണ്. അങ്ങനെ ആ കേസും അവിടെ സോൾവായി. അങ്ങനെ ഈ എപ്പിസോഡും ഇവിടെ തീരാണ്. ഡിയർ ഫ്രണ്ട്സ്, അടുത്ത ദിവസം മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ഒരു ലൈക്കും കൂടി. ബൈ.